നമ്മൾ വെയിറ്റിങ്ങിലാണ്. മാമൻ പാർക്ക് ചെയ്യാൻ പോയേക്കാണ്. പിന്നെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി. ഇതേ ബോട്ടിങ്ങിന് ഏകദേശം സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയമായിപ്പോട്ടെ ഞങ്ങൾ വന്ന്. ഇനി താമസിച്ചായിരുന്നെങ്കിൽ ഇവിടെ കേട്ടില്ല, അങ്ങനെ പൂട്ടിപ്പോണ ഒരു സമയം ഉണ്ടെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പോവുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മളിവിടുന്ന് ബോട്ടിങ്ങിലേക്കാണ് കയറുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇച്ചിരി താമസിച്ച് വന്ന് വേഗം ടിക്കറ്റൊക്കെ എടുത്തിങ്ങ് പോകുന്നു കേട്ടോ. ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്, വിവേകാനന്ദ പാറയിലേക്ക്. അമ്മയുണ്ട് കേട്ടോ. അമ്മ ഇത്രയും ലോങ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ പോവാറില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഈ വഴിയാണ് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോണത്. ആണോ? വെയിറ്റിംഗ് ആണ്. ഹായ്. യെസ്. ഓ, കുത്തി നിറച്ചാണോ ഉണ്ടോടെ? അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. നിറച്ചാളെയും കൊണ്ടാട്ടോ പോകുന്നത്. ഇത്തിരി ടൈമുള്ളൂ, ഒരു 10 മിനിറ്റ് പോലും എടുക്കുന്നില്ല അങ്ങോട്ടേക്ക് എത്താനായിട്ട്. പെട്ടെന്ന് എത്തും. അങ്ങനെ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും അടുത്ത് തന്നെ സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല യാത്രയായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഉള്ളെങ്കിലും നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. I think nice. നമ്മളിനി ഇതിന്റെ മകളിലേക്കാണ് കയറാൻ പോകുന്നത്. അതിന് ഇവരിവിടെ 30 രൂപ ചാർജ് ആക്കുന്നുണ്ട്. വണ്ടി കയറുന്നതിന് 100 രൂപ, പിന്നെ മേളിൽ കയറുന്നതിന് 30 രൂപ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. വെയിലൊക്കെ ഉണ്ടെങ്കിലും ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ മുകളിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലെത്തിയിരിക്കുന്നു. മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിടണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറേ ചെരുപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഞങ്ങൾ കൂട്ടിയിട്ട് കേട്ടോ. ഇവിടെ മുകളിലേക്ക് കയറി പോകണം. ഇവിടെയാണ് വിവേകാനന്ദ സ്വാമിയുടെ ഇതിൻ്റെ ഒരു രൂപമുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കയറാനായിട്ട് അവർ ചെരുപ്പൊന്നും ഇടാൻ അനുവദിക്കില്ല. ഞങ്ങളിവിടെ ചെന്നപ്പോൾ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നിറച്ച ആൾക്കാരാണ്. അവരെല്ലാവരുടെ റെസ്റ്റ് എടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഈ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് കയറി പോകാൻ. അതിന് മുമ്പ് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ. നമുക്കിവിടെ ചെന്നാലൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ മേളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ കയറി എല്ലാം കണ്ടിട്ട് പുറത്തേക്ക് വന്ന് നല്ല വൈബാണ് കേട്ടോ. നല്ല രസമാണ്. കടലിന് പല കളറുകളാണ് കേട്ടോ. അതിന് ഒത്തിരി ഐതിഹ്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ക്ഷേത്രമായിട്ട് പൂജയായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വാമീനെ കണ്ടിട്ട് ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇനി അപ്പുറത്തേക്കാണ് പോകേണ്ടത്, ഓപ്പോസിറ്റ്. ഇതിൻ്റെ സൈഡിൽ വലിയ വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഇതുണ്ട്, രൂപമുണ്ട്. അവിടെയായിട്ട് പോകാം. നേരത്തെ ഇവിടെ ബ്രിഡ്ജില്ലായിരുന്നു എന്ന് പറയണേ. ഇപ്പം അങ്ങോട്ടേക്ക് പുതിയ ബ്രിഡ്ജൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതുവഴിയാണ് പോകുന്നത്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല. നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റും കേട്ടോ, ഭയങ്കര കാറ്റ്. നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകണം. അവിടെയാണ് ശരിക്കും വിവേകാനന്ദ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നതല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയുന്നു. അപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കയറാം. ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ.
പിന്നെ ഞങ്ങൾ ഇതിലേ കൂടെ നടന്നു. നല്ല രസമാണല്ലേ ഇതിലേ കൂടെ നടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ഇരുന്നുള്ള ഫോട്ടോ എടുക്കാനൊന്നും ആരും അനുവദിക്കുന്നില്ല കേട്ടോ. നടന്നാൽ നമുക്കിത് ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പോൾ അതേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളതേ കയറാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ടെന്ന് തോന്നണം, നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇതുവഴിയാണ് പോകുന്നത്. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തപ്പോഴത്തേനും ബാക്കി എല്ലാവരും അവിടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എവിടെ സ്റ്റാച്ചു അടുത്താ ആ എന്നാ അവിടെ ഉള്ളിലിരുന്നു അത്രയും കണ്ടാൽ മതി. ആ എന്നാ ഉള്ളിൽ കയറി അവിടെ ഇരിക്കാം. അമ്മ നടന്ന് മടുത്തു എന്ന് കേട്ടോ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അവിടെ ഒരു ചെയറിട്ട് അവിടെ താഴെ തന്നെ ഇരുത്തിയിട്ട് ഞങ്ങൾ കയറി പോകുന്നു കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു. ഉള്ളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ, കുറേ നമുക്ക് നേരെ ഡയറക്റ്റ് അല്ല, കറങ്ങി കറങ്ങി പോകുന്ന സ്റ്റെപ്പുകൾ കേട്ടോ. അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോഴാണ് നമ്മൾ മേളിൽ ചെല്ലുന്നുണ്ട്. അത് ഒത്തിരി ഇടയൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ഒരാൾക്ക് നടന്ന് കയറാനുള്ള അങ്ങനെ ഇടയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഇപ്പോൾ തന്നെ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. നമുക്ക് ഫോണൊക്കെ പിടിക്കുമ്പോൾ പുറകോട്ട് പോകുന്ന അത്രയും കാറ്റാട്ടോ. അതേ കണ്ടോ, നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടത്തേനേക്കാളും കാറ്റ് കൂടുതലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ നിറച്ച് ആളുകളാട്ടോ, സ്കൂൾ കുട്ടികളും എല്ലാവരും കൂടെ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഇതേ കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്ന് അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.